ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി ചാൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണഗതിയിൽ വീട്ടിലൊക്കെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് കുക്കർ. അപ്പോൾ ഈ ഒരു കുക്കർ മിക്ക ആളുകളും യൂസ് ചെയ്യുമ്പോൾ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ കുക്കറൊക്കെ പൊട്ടിത്തെറിക്കുക, അങ്ങനെ വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുക്കർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ കുക്കർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കുക്കർ ഹൈ പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. കുക്കറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വെയിറ്ററാണ് കേട്ടോ. ഈ ഒരു വെയിറ്ററിൻ്റെ ഉള്ളിലോട്ടായിരിക്കും നമ്മളിപ്പോൾ കുക്കറിൽ എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും അത് തിളച്ച് തൂകി പോകുന്നതും അതുപോലെ തന്നെ ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോറൊക്കെ ഈ ഒരു വെയിറ്ററിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നല്ലതുപോലെ നീക്കം ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു കുക്കർ കഴുകുമ്പോൾ നമ്മൾ ഈ ഒരു വെയിറ്ററും നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു വെയിറ്റർ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചന്ദനത്തിരിയുടെ ഒരു കൊള്ളിയാണ് എടുത്തിട്ട്, നമ്മുടെ ചന്ദനത്തിരിയുടെ അറ്റം ഭാഗത്ത് കാണാനുള്ള ഒരു കൊള്ളി, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു വെയിറ്ററിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വെയിറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കഴുകിയിട്ടെങ്കിലും ക്ലീൻ ആക്കി എടുക്കണം. നമ്മൾ കുക്കർ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെയിറ്ററും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുക്കർ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ കുറേ, അപ്പോൾ പ്രഷറൊക്കെ പുറത്തോട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ കുക്കറിൻ്റെ വാഷറൊക്കെ ലൂസായി പോകാറുണ്ട്. അത് ഈ ഒരു വാഷർ റബ്ബർ ആയതുകൊണ്ട് തന്നെ അത് ചൂട് തട്ടുമ്പോൾ നല്ലോണം അങ്ങോട്ടും വലിയ. അതുപോലെ തന്നെ നമ്മൾ കുക്കർ യൂസ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക വീടുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണിത്. കുക്കർ ഉപയോഗിക്കുമ്പോൾ പുറത്ത് തിളച്ച് തൂയി പോവുക, അതായത് കുക്കറിന് ലീക്കേജ് ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള പറ്റി നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ലീക്കേജ് ഉണ്ടായി വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനം അരമണിക്കൂർ കൊണ്ട് കുക്കാവേണ്ട സാധനം ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്രയും ഗ്യാസ് വേസ്റ്റായി പോവാണ് അവിടെ. അപ്പോൾ അതിനെ പറ്റി നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം മതി നമുക്ക്. ഇനി ഇതാ ഈ ഒരു കുക്കറിൻ്റെ വാഷർ ഉണ്ടല്ലോ, ആ ഒരു വാഷറുമേ നമുക്കൊരു വിനാഗിരി ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ഒരു വിനാഗിരി ഒരുപാട് തേച്ച് കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുക്ക് ചെയ്യുന്ന സാധനത്തിന് ഈ ഒരു വിനാഗിറിൻ്റെ ടേസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. കാരണം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഈ ഒരു വിനാഗിരി വേപ്പറായി പോവും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് തിളച്ച് തൂവി വരിക, അല്ലാന്നുണ്ടെങ്കിൽ ലീക്കേജിൻ്റെ പ്രശ്നം അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി തന്നെ വേണമെന്നില്ല, നമുക്കതിൻ്റെ പകരമായിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ വെളിച്ചെണ്ണയും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതും ഇതുപോലെ ഒരു വാസറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ വിനാഗിരി തേച്ച് കൊടുത്തില്ല, അതുപോലെ തന്നെ ഒരു വെളിച്ചെണ്ണയും ഇതുപോലെ തേച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ, ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കുക്കറിൽ ബിരിയാണി അങ്ങനത്തെ ഒക്കെ വെക്കുമ്പോൾ ഈ ഒരു കുക്കറിൻ്റെ അടിഭാഗം അടി പിടിക്കുമല്ലോ, അടി കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, കുക്കറിൽ എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ വെയിറ്ററും ഒപ്പം തന്നെ വെക്കുക. വെയിറ്റർ നമ്മൾ ഊരി വെക്കാറില്ല. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ആദ്യം തന്നെ വെയിറ്റർ ഊരി വെക്കുക, എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. വെയിറ്റർ ഊരി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെയിറ്റർ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹൈ പ്രഷറൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. പകുതി പ്രഷർ പുറത്ത് പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു വെയിറ്റർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇനി കുക്കർ യൂസ് ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, കുക്കറിൽ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ ഇതുപോലെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഭയങ്കര അപകടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു തുണി എടുക്കുക. ഈ ഒരു തുണി ഞാൻ നനച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണി നല്ലോണം നനച്ചിട്ട് ഈ ഒരു കുക്കറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ
കുക്കർ തുറന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് തുറക്കാൻ കിട്ടും, അതിൻ്റെ പ്രഷറൊക്കെ ഒഴിവായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ പോലെ പൈപ്പിൻ്റെ അടിയിലൊന്നും കാണിക്കരുത്, അത് ഭയങ്കര അപകടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മളിപ്പോൾ എത്ര പുതിയ കുക്കർ വാങ്ങിക്കുകയാണെങ്കിലും ഈ ഒരു സ്ക്രൂ ഈ ഒരു കുക്കറിൻ്റെ ഈ ഒരു മൂടിയുടെ സ്ക്രൂ ലൂസായി പോവുക. അപ്പോൾ അത് എല്ലാ കുക്കറിലും ഉണ്ടാകും. അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രൂ നമ്മൾ ഊരിയെടുക്കണം. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഊരിയെടുത്തിട്ട് നമ്മൾ ആ സ്ക്രൂമേ നമ്മളെ വീട്ടിൽ ഉണ്ടാവുമല്ലോ, നെയിൽ പോളിഷൊക്കെ ഉണ്ടാവും, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷ് ഒന്ന് തേച്ച് കൊടുക്കുക. അത് ഒത്തിരി കട്ടിക്കൊന്നും ഇട്ട് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് തിന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ ആ ഒരു സ്ക്രൂമേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു അടപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ സ്ക്രൂ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പ്രശ്നം, ഈ ഒരു സ്ക്രൂ ലൂസായി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നെയിൽ പോളിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രൂ ലൂസായി പോരുന്ന ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്തിട്ടുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.